അയ്യോ ഈ പേരിട്ടപ്പോ അപ്പൊ നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് വന്നൊരു മൂന്നാം 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ. അത് അന്ന് അറിഞ്ഞിട്ട പേര്, പക്ഷെ ഒരു ലക്കായി. ലക്കായി. അതങ്ങ് പക്ഷെ ചാനൽ തുടങ്ങിച്ചതേ ഉള്ളൂ ഫസ്റ്റ്. അതെ അതെ. സപ്പോർട്ട് ഒന്നും ഇവളായി ഫസ്റ്റ് ടൈം ടിക്ടോക്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു കഥയാണ്. അതൊരു വലിയൊരു കഥ. ഞങ്ങള് ക്വാർട്ടേഴ്സിന്റെ അടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു, മലയാളി ഫാമിലി ഉണ്ടായിരുന്നു, ഇടുക്കിയിലുള്ളവര്. അവര് ഈ പറഞ്ഞ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ടിക്ടോക്കിൽ. അപ്പൊ നമുക്ക് ആ സമയം വരെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പൊ അവരിങ്ങനെ ടിക്ടോക്കിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് കണ്ടിട്ട് മോള് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, ഞാൻ പിന്നെ സർവീസുമായിട്ട് നമുക്ക് നന്നായിട്ട് കളിക്കുന്നില്ലേ, അപ്പൊ അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് അറിയാലോ ഡാൻസ്, അപ്പൊ എന്തുകൊണ്ട് അമ്മ കളിക്കുന്നില്ല, അപ്പൊ ഞാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. നോക്കട്ടെ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് വെച്ച് ചെയ്യാം. ഞാൻ ചെയ്യത്തില്ല, നിങ്ങൾ കാരണം എനിക്ക് സർവീസിന്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും എനിക്ക് ഒരുപാട് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. അങ്ങനെ പുള്ളിക്കാരൻ നീ തുടങ്ങി ചെയ്തു തോന്നുന്നു. ഇവർ രണ്ടുപേരുമാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ആയത്. പിന്നെ പതുക്കെ വൈറലായി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഓടാൻ തുടങ്ങിയപ്പോ പതുക്കെ എല്ലാവരും വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 2021 ഞാൻ VRS എടുത്ത് പോന്നു, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പോന്നു. അതിനുശേഷമാണ് വീട്ടിൽ വന്ന ശേഷം നമുക്ക് അപ്പോഴും നമുക്ക് ഇതൊരു ഇതായിട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു സംഭവം ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ആ വന്ന സമയത്താണ് പിന്നെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്തായിരുന്നു ഇതൊരു കരിയർ ആയിട്ട് ചെയ്യാന്നുള്ളൊരു ഇത് വന്നത്. ചേട്ടനാണെങ്കിലും കലാപ്രതിഭയൊക്കെ ആയിരുന്നല്ലോ, ചേച്ചിയാണെങ്കിലും ഇപ്പൊ ഡാൻസ് അല്ല. എനിക്ക് രണ്ടാൾക്ക് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒന്ന് എന്താ നമ്മളെ കുറച്ച് പേര് അറിയണം, അതായത് ഇപ്പൊ സിനിമയോ സീരിയലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു രീതിയിൽ നമ്മൾ ഫേമസ് ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതിലേ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവം എന്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ മൈൻഡിലില്ല. കാരണം അറിയാലോ നമ്മളൊക്കെ, കാരണം ഞാനൊരു സർവീസിലിരുന്ന ആളായതുകൊണ്ട് ഇനി പെൻഷനായൊക്കെ വന്നു. അപ്പൊ ഇനി അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള നമുക്ക് ഒരിക്കലും നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നെങ്കിലും ഈ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം ജനങ്ങൾ നമ്മൾ ആ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മനസ്സിലേ? അപ്പൊ ഞങ്ങള് എന്താ പറയാ, ഞങ്ങളുടേതായ ഒരു സാധാരണക്കാരന്റെ രീതിയിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ഞങ്ങൾ കണ്ടന്റ് ചെയ്യാറുള്ളത്. ഈ അമ്മൂമ്മേനെ വരെ പിടിച്ചിരുത്തിയ വീഡിയോ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഈ വീഡിയോ ഒക്കെ ചെയ്തപ്പോ ഇപ്പൊ ഒരു സിനിമയിലൊക്കെ കയറിയാൽ കൊള്ളാം ആഗ്രഹമുണ്ട്. അതെ, പോലീസ് വേഷം ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പോലീസ് വേഷം ചെയ്യാൻ ആഗ്രഹമില്ല, ഒരിക്കലും ഇല്ല. ഇനി യൂണിഫോം അങ്ങനെ ഒരു സംഭവത്തിലിട്ട് എനിക്ക് പക്ഷെ എങ്ങനെ ഇരുന്നാലും പോലീസുകാരന് അത് മനസ്സിലാവും. ആറ്റിറ്റ്യൂഡ് കാണുമ്പോ മനസ്സിലാവും. എങ്ങനെ ഏത് വഴി പോയാലും നമുക്കൊരു അതിന്റെ ഗുഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ 19ാമത്തെ വയസ്സിൽ യൂണിഫോം ഇട്ട് തുടങ്ങിയ ആളാണ്. അപ്പം 19 വയസ്സിലൊക്കെ നമ്മളൊരു യൂണിഫോം ഇടുമ്പം നമുക്ക് അന്നൊക്കെ ഒരു ഇതല്ലേ, ഒരു ഫാന്റസി അല്ലേ നമുക്ക് യൂണിഫോം എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫാന്റസിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു മനസ്സിൽ അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ഇങ്ങനെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു യൂണിഫോം ഇട്ടപ്പോഴും ഇപ്പോഴും അതിന് നമ്മുടെ മൈൻഡിൽ ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ് എപ്പോഴും. പോലീസുകാർക്ക് ഇങ്ങനെ അനുഗ്രഹിച്ച് കിട്ടുന്ന കട്ടിമീശ ഇത് ആക്ച്വലി കട്ടിമീശ എനിക്ക് തോന്നുന്നു ഞാൻ പെൻഷൻ ആവുന്നേരം ഇത്തിരി കൂടെ കട്ടി കുറവായിരുന്നു തോന്നുന്നു. ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കട്ടമീശ. അങ്ങനെ കട്ടമീശ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളം കട്ടമീശ വെച്ചു. അമ്മയുടെ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് രാവിലെ പിടിച്ച് വെട്ടലായിരുന്നു പരിപാടി. മീശയും അച്ഛന്റെ ഹെയർ സ്റ്റൈലും അമ്മയാണ് തീരുമാനിക്കുന്നത്. താല്പര്യമില്ലാത്ത പോലെ അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു. ഇപ്പൊ എന്താ പറയാ, പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മള് കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സർവീസ് ഇരിക്കുമ്പോൾ ഒരു 5 വർഷമാണ് പിന്നെ കൂടെ നിന്നിട്ടുള്ള. അപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മള് ഞാനിവിടെയും പുള്ളി അവിടെ അല്ല, ഞാൻ അവിടെ പുള്ളി ഇവിടെയല്ലേ. അതുകൊണ്ട് എന്താ പറയാ, നമ്മള് എന്നും അടുത്ത് കാണുന്നതും ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും തമ്മിലൊരു വ്യത്യാസം കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവിതത്തില് നമ്മള് കുറച്ച് സമയം കൂടെ ഇരുന്ന് ഇപ്പം കൂടെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ള ഇതാണ് നമുക്ക് ആ ഒരു
ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും സമ്മതിച്ചു കൊടുക്കും. എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. സമ്മതിച്ചു കൊടുക്കും. അതെ, ബ്ലഷ് ചെയ്യുന്നു ഇവിടെ ഇരുന്നിട്ടൊക്കെ. അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒന്നാമതെ ആൾക്കാർ പറയുന്നത് നമ്മൾ വീഡിയോയിൽ ഭയങ്കര അടിയാണ്, അടിച്ച് റെഡിയാക്കുന്നൊക്കെ ആൾക്കാർ. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ പോലെ റീലില് ഭയങ്കര ഒട്ടിയിരിക്കുന്നവരും മുട്ടനടി അല്ല, റിയൽ ലൈഫ് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അതെ, ഇവിടെ ഇവിടെ വന്ന് നിങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ ലൈക്ക് ഒരു ഹാപ്പി ഫാമിലി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഇതേപോലെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഈ പറയുന്ന പോലെ? ഉണ്ട്. എന്തോ എന്തുവാ ഇവര് പറയുന്ന എവരെ കാലം കഴിഞ്ഞിട്ട് ആ ചാനല് നമുക്ക് തരും. സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇപ്പൊ ഒരു ചാനല് ചാനലേ എടുത്തോളാം. 150K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ നിസ്സാര കാര്യമാണോ? അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറും. അതെ, മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അതന്നെ കൈമാറി പൊക്കോട്ടെ. ഇഷ്ടമുണ്ടോ അതേപോലെ സിനിമ ഒക്കെ? ഇഷ്ടമുണ്ട്. ഉണ്ട്. മീൻസ് പാഷനും അല്ല, എനിക്ക് ഇപ്പൊ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ അത് രണ്ട് പ്രൊഫഷനും പാഷനും രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. ആണ്. അതെ, ഞാൻ വന്നപ്പോഴേ ചോദിച്ചില്ലേ ഹെയർ കെയർ ഒക്കെ അല്ലേ? നിനക്ക് ഇഷ്ടമുണ്ടോ? എനിക്ക് ഇഷ്ടമാണ് ഇതുപോലെ. ഞാൻ പക്ഷെ എനിക്ക് കൂടുതൽ സിവിൽ IPS ഓഫീസർ അങ്ങനെയാണ് താല്പര്യം. UPSC എക്സാം ക്രാക്ക് ചെയ്യാൻ. അതിലൊക്കെയാണ് പുള്ളിക്കാർക്ക്. ആ ട്രാക്കിലാണ് പുള്ളി. ഒരാള് ഡോക്ടർ, അതന്നെ. ഒരാള് പുള്ളിക്കാരത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് നടക്കുക 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അങ്ങോട്ടൊക്കെയുള്ള കാരണം എന്താണെന്നറിയോ, പുള്ളി KVയിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നോർത്ത് ഇന്ത്യൻസാ കൂടുതൽ ടീച്ചർമാരായിട്ടുള്ള. അപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റേ ഡിഫറെന്റ് ആയിട്ട്. എനിക്കിഷ്ടമല്ല യൂണിഫോം ഡ്യൂട്ടി. കാരണം ഞാനത് ചെയ്തോണ്ട് മക്കൾ അതിലോട്ട് പോണെന്നോട്ട് എനിക്ക് നമുക്കറിയാലോ അതിന്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും. അപ്പൊ ഏതൊരച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും മക്കള് അത്ര ഒരു ഡ്രസ്സിലോട്ട് അങ്ങനെ ഒരു ഇതിലോട്ട് പോകരുത് എന്ന് തന്നെ ചിന്തിക്കും. ഒരു നല്ലൊരു ഫ്രീഡം ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അവനത് അത് ഇത്രയും വർഷം 9ാം ക്ലാസ്സിലായിട്ട് മാറിയിട്ടില്ലല്ലോ. അതെ, ആ റൂട്ടിലൂടെ തന്നെ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞ വീഡിയോസ് ഒക്കെ എടുക്കുന്നതേ അപ്പൊ ഡെയിലി വീഡിയോസ് എടുക്കും? അപ്പൊ ഇതിന്റെ ഇതൊക്കെ എപ്പോഴാണ് എഴുതുന്നത്? ആരാ എഴുതുന്നത് മെയിൻലി? ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ രാത്രി. അതായത് ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മള് പല ഇപ്പം സംസാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിൽ നിന്ന് പല സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ത്രെഡ് നമുക്ക് കിട്ടും. ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നിരീക്ഷിക്കും അല്ലേ? ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴും നമ്മൾ അവരെ ശ്രദ്ധിക്കും. അവരെന്താണ് സംസാരിക്കുന്നത്. ഒരു ത്രെഡ് നമുക്ക് എന്തായിരുന്നു ഒരു സ്പാർക്ക് കിട്ടും അതിനകത്ത്. അതാണ് നമ്മള് ആരെ കിട്ടിയാലും ഞങ്ങൾ സംസാരിക്കും. ആരുടെത്തായിരുന്നാലും ഞങ്ങൾ സംസാരിക്കും. അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കും. അപ്പൊ അവര് തിരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓരോ ത്രെഡ് കിട്ടും. അപ്പൊ ഞങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് രാത്രി ഇരുന്നിട്ട് ഞങ്ങള് പിറ്റന്നത്തെ എന്തായാലും ഒരു 3-4-5 റീല് ഞങ്ങൾ ഒരു ദിവസം എടുക്കും. അപ്പൊ ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് ഞങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടെ നോക്കാനായിട്ട് ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അവര് നല്ല സപ്പോർട്ടീവ്. ഇവരിപ്പം ശരിക്കും ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പറകില് വെച്ച് കാണും. നമ്മളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അതെ, അവരായിട്ട് തന്നെ അവരുടെ പഠിത്തം ബ്രേക്ക് വരുമ്പോ എടുക്കാന്ന് പറയും അങ്ങോട്ട്. ഇനിയിപ്പൊ നീറ്റ് അതിന്റെ ഒരു ഇതിലോട്ട് പുള്ളി പോകുന്നുണ്ട്. ഇപ്പം സമയം കിട്ടത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ അവരെ ഇൻവോൾവ് ആക്കാത്ത ഒരു ഇതിലാണ് നമ്മൾ തന്നെ ചെയ്യാന്നുള്ളത്.